ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. കേരളത്തിൽ 13,608 കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമ്മതിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത്. മാത്രമല്ല, ഹർജി പിൻവലിച്ചാൽ മാത്രമേ കടമെടുക്കാനുള്ള അനുമതി നൽകൂ എന്ന മുൻ നിലപാട് കോടതിയിൽ കേന്ദ്രം തിരുത്തുകയും ചെയ്തു. എന്നാൽ 1,500 കോടി കൂടി കടമെടുക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചു. ശമ്പളം നൽകാൻ മാത്രം തൽക്കാലം പണമുണ്ട്. എന്നാൽ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ക്ഷാമബത്ത എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തരമായി 28,000 കോടി രൂപ ഈ മാർച്ചിൽ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കപിൽ സിബൽ വാദിച്ചു. കേരളത്തിന് അവകാശമുള്ള 13,608 കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം സമ്മതിച്ചിരുന്നു. എന്നാൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഉപാധിയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഈ ഉപാധി ശരിയല്ലെന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം. ഹർജി നൽകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളും കോടതിയിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇടക്കാല ഉത്തരവ് ഇറക്കരുതെന്ന അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം കോടതി സ്വീകരിക്കുകയായിരുന്നു. 15,000 കോടി കൂടി ഈ മാസം കടമെടുത്താലേ പ്രതിസന്ധി തീരൂ എന്ന് കേരളം വാദിച്ചതോടെയാണ് ഇരുപക്ഷവും അടിയന്തരമായി ചർച്ച നടത്തി ഇത് തീരുമാനിക്കാനുള്ള നിർദ്ദേശം കോടതി നൽകിയത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞു. സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തണമെന്ന ഉപദേശം കേരളത്തിന് നൽകുകയും ചെയ്തു. കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പരസ്പര വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് കേരളത്തിനോട് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നേതൃത്വത്തിലുള്ളവരടക്കം ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നുണ്ടെന്നും കേരളത്തിന് വേണ്ടി കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ പണം നൽകണമെന്നതല്ല സംസ്ഥാനത്തിന്റെ ആവശ്യമെന്ന് വാദത്തിനിടെ കേരളം വ്യക്തമാക്കി. കടമെടുക്കാൻ അനുമതി നൽകണമെന്നതാണ് ആവശ്യം. ഒരു കാലത്ത് 98% വരെ കടമെടുപ്പിനായിരുന്നു കേന്ദ്രത്തെ ആശ്രയിച്ചത്. ഇപ്പോൾ 3% താഴെ മാത്രമാണ് ആവശ്യം ഉന്നയിക്കുന്നത്. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടവും സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി. 12,000 കോടി രൂപ സമാഹരിക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്നും കേരളം വ്യക്തമാക്കി. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓരോ സംസ്ഥാനങ്ങളുടെയും ബജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണ്. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറവാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുമുണ്ട്. സംസ്ഥാന ബജറ്റിനെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല. സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുള്ള ഭരണഘടനാപരമായ അധികാരം സംസ്ഥാനത്തിനുണ്ടെന്നും കേരളം വാദിച്ചു.